പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്തു. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സൈബർ പോലീസിൽ പരാതി നൽകി. വിവരങ്ങളുമായി അഞ്ജു ജയപ്രകാശാണ് ചേരുന്നത്. അഞ്ജു, അതീവ സുരക്ഷാ മേഖലയാണ്, അവിടെയാണ് ഇത്തരത്തിലൊരു ഗുരുതരമായിട്ടുള്ള അനാസ്ഥ സംഭവിച്ചിരിക്കുന്നത്. എന്താണ് വിവരങ്ങൾ? നേരത്തെ സ്വർണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വാർത്തകളായിരുന്നു, സ്വർണം കാണാത്തതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളായിരുന്നു. അങ്ങനെ ഗുരുതരമായിട്ടുള്ള സുരക്ഷാ വീഴ്ചകൾ നിരന്തരം പത്മനാഭസ്വാമി ക്ഷേത്രവുമായിട്ട് നടക്കുന്നു എന്നതിന്റെ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ 13/6/2025 മുമ്പ് ഏതോ ഒരു ദിവസം, അതായത് പ്രധാന കമ്പ്യൂട്ടർ സെർവർ സിസ്റ്റത്തിന് കേടുപാട് വരുത്തുകയും ഡാറ്റ ഉൾപ്പെടെ തോക്കുകയും ചെയ്തിട്ടുണ്ട്, ഡാറ്റകളിൽ മാറ്റം വരുത്തുകയും ചെയ്തിട്ടുണ്ട് എന്ന പരാതിയാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. ക്ഷേത്രത്തിലെ കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്തതായിട്ടാണ് പരാതി നൽകിയിരിക്കുന്നത്. ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ടുള്ള മഹേഷ് ആണ് സൈബർ പോലീസിൽ പരാതി നൽകിയത്. എന്തായാലും സൈബർ പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. വിശദമായിട്ട് അന്വേഷണം തന്നെയാണ് നടത്താൻ പോകുന്നത്. കൃത്യമായിട്ട് കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾക്കും കമ്പ്യൂട്ടർ സൂക്ഷിച്ചിരുന്ന ഡാറ്റകൾക്കും മാറ്റം വരുത്തിയതായിട്ട് പ്രഥമ ദൃഷ്ടിയാൽ പോലീസിന് മനസ്സിലായപ്പോൾ തന്നെ കേസ് രജിസ്റ്റർ ചെയ്തു. ഇനി ആരാണ്, എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പോലീസ് പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും ഈ 13/6/2025 മുമ്പുള്ള ദിവസത്തിലാണ് ഇത് നടന്നത് എന്ന് പോലും ഈ പരാതി സൂചിപ്പിക്കുകയാണ്. എന്തായാലും IT ആക്ട് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. വകുപ്പ് 65, 43, 66 തുടങ്ങിയ വകുപ്പുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സ്വാതി, അഞ്ജു, അതീവ സുരക്ഷാ മേഖലയാണ്, അവിടെയാണ് ഇത്തരത്തിൽ നിരന്തരമായിട്ടുള്ള സുരക്ഷാ വീഴ്ചകൾ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ഒന്നല്ലെങ്കിൽ പലതരത്തിലാണ്. അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നിരന്തരം അവിടുത്തെ സുരക്ഷ കുറച്ചുകൂടി ശക്തമാക്കേണ്ടതിന്റെ ഒരു ആവശ്യകതയാണോ ഇത് വ്യക്തമാക്കുന്നത്? സ്വാതി ചോദിച്ചതുപോലെ തന്നെ നേരത്തെ തന്നെ ഈ സുരക്ഷ വർദ്ധിപ്പിക്കണം എന്ന കാര്യം പല തവണകളായിട്ട് അവിടെ ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിലും അതിൽ ഒരു തരത്തിലുള്ള ചർച്ചകളും നടന്നിട്ടില്ല. പക്ഷേ നിരന്തരം സുരക്ഷാ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാർത്തകൾ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്വർണം കാണാതായത് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾക്ക് പിന്നാലെ സുരക്ഷാ പ്രശ്നങ്ങൾ ഓരോന്നായിട്ട് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്നാണ് ഈ പ്രധാനപ്പെട്ട സിസ്റ്റം, അത് എങ്ങനെ ഹാക്ക് ചെയ്യപ്പെട്ടു. ക്ഷേത്രത്തിന്റെ സിസ്റ്റം മുഴുവനായിട്ടും ഹാക്ക് ചെയ്യപ്പെടുന്നു. കമ്പ്യൂട്ടറിലെ പ്രോഗ്രാമുകളും കമ്പ്യൂട്ടർ സൂക്ഷിച്ചിരുന്ന ഡാറ്റകളിലും മുഴുവൻ മാറ്റം വരുത്തിയതായിട്ട് കാണുന്നു. ഇത് കണ്ട ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് സൈബർ പോലീസിനെ വിവരം അറിയിക്കുകയും സൈബർ പോലീസിൽ പരാതിപ്പെടുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ആരാണ് ഇതിൽ മാറ്റം വരുത്തിയത്? ഒരു പക്ഷേ അവിടെയുള്ള ഉദ്യോഗസ്ഥരിൽ ആരെങ്കിലുമാണോ, ക്ഷേത്രത്തിൽ തന്നെ ഉള്ള ഉദ്യോഗസ്ഥരിൽ ഉള്ള ആരെങ്കിലുമാണോ, പുറത്തു നിന്നുള്ള ആരെങ്കിലുമാണോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ആ പരിശോധന ആരംഭിച്ചതായിട്ടാണ് സൈബർ പോലീസ് ഇപ്പോൾ അറിയിക്കുന്നത്. ശരി അഞ്ജു, തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കമ്പ്യൂട്ടറാണ് ഇപ്പോൾ ഹാക്ക് ചെയ്തിരിക്കുന്നത്. അതീവ വലിയ സുരക്ഷാ വീഴ്ചയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്.